യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നേനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിന രാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നുവന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവശക്തനായ ദൈവം അടിന്റെ ജീവിതത്തിനും ഒരുക്കുന്ന അവസരത്തിനായിട്ട് എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ പകൽക്കാലം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറായിട്ട്. ദൈവിക കൃപകൾ അനുഭവിപ്പാൻ, ദൈവിക വിടുതലുകൾ അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദിനംതോറും നമ്മുടെ ഭാരങ്ങളെ ചുമന്ന് വഴി നടത്തുന്ന ദൈവം, അതിശയമായി നടത്തുന്ന ദൈവം, ജയത്തോടെ നമ്മെ നടത്തുന്ന ഒരു സർവശക്തനായ ദൈവം കൂടെയുണ്ട്. നമ്മളെ ഏകനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഒരിക്കലും നമ്മെ കൈവിടുകയില്ലെന്ന് പറഞ്ഞ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ കർത്താവിനോട് കൂടെ ചേർന്ന് നടക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും. പ്രിയ ദൈവത്തിലെ ഈ പൽക്കാലം ഈ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചില മേഖലയ്ക്കകത്ത് നിങ്ങൾ നിന്ദിക്കപ്പെടുന്നവരായിരിക്കാം. ചിലപ്പോൾ തലമുറയുടെ വിഷയത്തിനകത്തായിരിക്കാം, ചിലപ്പോൾ തലമുറയുടെ ഭാവി കുടുംബജീവിതത്തിലേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാത്തത് മുഖാന്തരമായിരിക്കാം, അവർക്കൊരു ജോലി ലഭിക്കാത്തതിന്റെ കാരണത്താലായിരിക്കാം, അവർക്കൊരു തലമുറ അല്ലെങ്കിൽ അവർക്കൊരു തലമുറ ലഭിക്കാത്തതിന്റെ ഈ പല കാരണത്താൽ ചിലപ്പോൾ നിന്ദിക്കപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, ഏത് വിഷയത്തിനകത്താണോ നിങ്ങൾ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് നിങ്ങൾ മാനിച്ചുയർത്തുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. നിങ്ങൾ ഒരു വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെട്ടുവെങ്കിൽ മറ്റേതെങ്കിലും വിഷയത്തിനകത്ത് നിങ്ങളെ മാനിക്കുന്ന ഒരു ദൈവമല്ല. അതേ വിഷയത്തിനകത്ത് ചിലതിനകത്തൂടെ കർത്താവ് നമ്മെ വിടുന്നത് ദൈവത്തിന്റെ ഒരു ഉദ്ദേശം, ദൈവത്തിന്റെ ഒരു പദ്ധതി അതിനകത്ത് ഉള്ളത് കൊണ്ടത്രേ. ആ ഒരു പ്രവൃത്തിക്ക് വേണ്ടി നമ്മെ തന്നെ ഒരുക്കുന്നതിന് വേണ്ടി എത്ര സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹോവ അവളുടെ ഗർഭം അടച്ചതിന് അവളുടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം വളരെ മുഷിപ്പിച്ചു. ആമേൻ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട തിരുവചന വേദഭാഗത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, യഹോവ അവളുടെ ഗർഭം അടച്ചതിന്. അവളുടെ കാരണത്താലല്ല അവള് വ്യസനിക്കേണ്ടി വന്നത്, നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. യഹോവ അവളുടെ ഗർഭം അടച്ചിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ചിലതൊക്കെ നമ്മുടെ മുമ്പാകെ ദൈവം അടയ്ക്കുവാനായിട്ടിടയായിത്തീരും. അത് ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കാത്തതുകൊണ്ടല്ല, ഇല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾ വേദന അനുഭവിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നതിന് വേണ്ടിയല്ല. അതിനകത്ത് വ്യക്തമായ ചില ദൈവിക പദ്ധതികളും ദൈവിക ഉദ്ദേശങ്ങളും ദൈവത്തിനുണ്ട്. അത് നമ്മുടെ ജീവിതത്തെ വെളിപ്പെടുത്തുവാൻ, അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറി വരേണ്ടതിന് വേണ്ടി ദൈവം ചില മേഖലയെ അടയ്ക്കുവാനായിട്ടിടയത്തില്ല. ചിലപ്പോൾ അത് നമ്മുടെ ജോലി മേഖലയിലായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. ചിലപ്പോൾ തലമുറയുടെ ചില വിഷയത്തിനകത്തായിരിക്കാം ആ ഒരു അനുഭവം കടന്നു വരുന്നത്. അവിടെ നാം ഭാരപ്പെടുകയല്ല. ആ വിഷയത്തിനകത്ത് എന്താണ് ദൈവം ഇപ്രകാരം ചെയ്യുവാൻ കാരണം, അതെന്തെന്ന് മനസ്സിലാക്കി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായി വിധേയപ്പെടുത്തി കൊടുക്കുവാൻ, ദൈവസനിൽ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ വിഷയത്തിനകത്ത് ദൈവത്തിന്റെ ടൈം ആകുമ്പോൾ, ഇല്ലെങ്കിൽ ഞാനും നിങ്ങളും ആ ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാനും നിങ്ങൾ പണിയപ്പെട്ട് കർത്താവിന്റെ കരങ്ങളായി തീരുമ്പോൾ സ്വർഗത്തിലെ ദൈവം എന്ത് ചെയ്യും? അതിനകത്തൊരു മാന്യത തരുവാനായിട്ടിടയത്തിരും, അതിനകത്തൊരു ഉയർച്ച തരുവാനായിട്ടിടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, യഹോവ അവിടെ ഗർഭം അടച്ചതിനാൽ അവിടെ പ്രതിയോഗി അവളെ വ്യസനിപ്പിക്കുവാൻ തക്കവണ്ണം അവളെ മുഷിപ്പിച്ചു. ഹല്ലേലൂയ. അവളെ വേദനിപ്പിക്കുക, അവളെ മുഷിപ്പിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് വചനത്തിൽ നോക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നു, ദൈവം അവൾക്ക് കുഞ്ഞുങ്ങളെ നൽകാതിരുന്നത് ശമൂവേലിന്റെ ജനനത്തിനു വേണ്ടി അവളെ ഒരുക്കുന്നതിന് വേണ്ടി എത്രേ സ്തോത്രം. നിരാശയുടെയും ഭാരങ്ങളുടെയും മധ്യത്തിലും അവളെ ദൈവം ബലപ്പെടുത്തി നിർത്തുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിന്റെ ഇഷ്ടം അതിനകത്തേക്ക് ഞാനും നിങ്ങൾ എത്തുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണുവാനായിട്ട് അവൾ വളരെ വേദനിക്കുവാനായിട്ട് ഇടയായി
തീർന്നു, പ്രയാസം അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ അവൾ എന്ത് ചെയ്യുന്നു? ദൈവസനിൽ അവളെ തന്നെ ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറായി. അവൾ ദൈവാലയത്തിലേക്ക് കടന്നുപോയി. അവൾ ദൈവസനിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അവൾ കരയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ആ ബാലനെ, അവളുടെ ഉദരത്തിനകത്ത് ഒരു കുഞ്ഞിനെ ഉരുവാക്കിയ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ്, ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് അവൾ ദൈവസനിൽ ഒരു ഉടമ്പടി എടുക്കുന്ന ഒരു അനുഭവം, ദൈവസനിൽ ഒരു തീരുമാനത്തെ എടുക്കുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. പ്രിയദൈവത്തിലെ ഞാൻ പറഞ്ഞല്ലോ, ചില വിഷയത്തിനകത്തൊക്കെയും ദൈവം ചിലത് നമ്മുടെ മുമ്പിൽ അടയ്ക്കുന്നത്, അതിനകത്ത് വ്യക്തമായി ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. അത് ഞാനും നിങ്ങൾ തിരിച്ചറിയുവാനായിട്ട് ഇടയത്തീരണം. അത് ഞാനും നിങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് ഇടയത്തീരണം. ഒന്ന് പ്രാർത്ഥിച്ചിട്ടും നാം പ്രതീക്ഷിക്കാത്ത ചില വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ, വേദന അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ നാം ദൈവത്തോട് ചോദിക്കണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ ഇതിന്റെ പിന്നിൽ എന്താ ദൈവത്തിന്റെ പദ്ധതി? ആ ദൈവസന്നിധിയിൽ ആനും നിങ്ങൾ ആ ഉള്ളിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന ഉയരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അതിനകത്ത് ഞാനും നിങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്ന് ദൈവം ആ പ്രാർത്ഥന റൂമിനകത്ത് വെച്ച് നമ്മോട് വെളിപ്പെടുത്തി തരുവാനായിട്ട് ഇടയായിത്തീരും. അതനുസരിച്ച് ഞാനും നിങ്ങളെ സ്റ്റെപ്പ് വയ്ക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ആ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, അവൾ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ഏലി അവിടെ വായ സൂക്ഷിച്ചു നോക്കിയിട്ട് അവൾ അനങ്ങുന്നില്ല. അവൾ ഹൃദയം എന്ത് ചെയ്യുന്നു? ദൈവസന്നിധി പകരുവാനായിട്ട് ഇടയെ തുറന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില നിന്ദകളും ചുമന്ന് നടക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഹൃദയം ദൈവസന്നിധി പകരുവാൻ തയ്യാറാക്കുക. സ്തോത്രം, ഹല്ലേലൂയ. മറ്റുള്ളവരാരും അറിയത്തില്ലായിരിക്കാം നിന്റെ വേദന, അല്ലെങ്കിൽ നിന്റെ വ്യസനത്തിന്റെ കാഠിന്യം എന്തെന്ന്. കൂടെ ഉള്ളവർ അറിഞ്ഞില്ല എങ്കിലും അറിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെക്ക് ദൈവത്തിന്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്തുവാൻ മതിയായ ദൈവമത്രേ. സ്തോത്രം. ഏലി അവളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലി അവളോട്, നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കുന്നു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അതിന് ഹന്ന ഉത്തരം പറയുന്നുണ്ട്, അങ്ങനെയല്ല യജമാനെ, ഞാൻ മനോവ്യസനമുള്ളൊരു സ്ത്രീ, ഞാൻ വീഞ്ഞോ മദ്യമോ കുടിച്ചിട്ടില്ല. യഹോവയുടെ സന്നിധിയിൽ ഹൃദയം പകരുക എത്രയും ചെയ്തത്. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. അവൾ ജീവിതത്തിലെ വ്യസനത്തിന്റെയും മുഷിപ്പിക്കുന്നതിന്റെ നടുവിൽ അവൾ ദൈവസന്നിധി പോയി പ്രാർത്ഥിച്ചു. അവളുടെ ഹൃദയത്തെ എന്ത് ചെയ്യുന്നു? ദൈവസന്നിധിയിലേക്ക് പകർന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ജീവിതത്തിന്റെ ഒറ്റപ്പെടന്റെയും വേദനയുടെ മധ്യത്തെ ഹൃദയത്തെ പകരുന്ന ദൈവ പൈതലേ, നിന്നെ മറക്കുന്ന ഒരു ദൈവമല്ല, നിന്നെ ഓർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ മുഖം വാടുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആ ഒരു ടൈം കഴിയുമ്പോ നിന്റെ ജീവിതത്തിലെ ചരിത്രങ്ങൾ മാറുവാനായിട്ട് ഇടയത്തിലും നീ അതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്നതൊക്കെയും നിന്റെ ജീവിതത്തിൽ നിന്ന് മാറത്തക്ക രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ സ്വർഗത്തിലെ ദൈവം വെളിപ്പെടുത്തും. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, അവളുടെ മുഖം പിന്നെ വാടിയില്ല. ഹല്ലേലൂയ. ചില വിഷയത്തിനകത്തൊക്കെയും നിന്റെ മുഖം വാടുന്ന അനുഭവങ്ങൾ ഉണ്ട് എങ്കിൽ ഈ പകൽക്കാലം പറയട്ടെ, നീ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കപ്പെടുവാൻ തയ്യാറാകുമ്പോ നിന്റെ ഹൃദയത്തെ ദൈവസന്നിധിയിലൊന്ന് പകരുവാൻ ഈ പകൽക്കാലം ഇടയായി തീർന്ന നിന്റെ മുഖം വാടുന്ന അനുഭവങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ ഒരു സമർപ്പണമായിരിക്കാം കർത്താവിന് പ്രവർത്തിക്കുവാനായിട്ട് കർത്താവ് വെയിറ്റ് ചെയ്യുന്നതിനുള്ള കാരണം. ഹല്ലേലൂയ. ആ വിഷയത്തെ കാരണം ആ വിഷയം നിന്റെ ജീവിതത്തിനൊക്കെ തരുന്നത് നിനക്ക് വേണ്ടി മാത്രമായിരിക്കല, അതിനകത്ത് കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ നാമം ഉയർത്തുന്നതിന് വേണ്ടിയായിരിക്കാം. അങ്ങനെയെങ്കിൽ അവിടേക്ക് ഞാനും നിങ്ങളും ആ വിഷയത്തിനകത്ത് മറുപടി കിട്ടുമ്പോ ദൈവത്തെ ഉയർത്തുന്ന രീതിയിൽ ഞാനും നിങ്ങളുടെ ഹൃദയം അതിനുവേണ്ടി പക്വമായി തീരും, അല്ലെങ്കിൽ ഒരുക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരുന്നത് വരെ ദൈവം ചില വിഷയങ്ങളെ അടയ്ക്കുവാനായിട്ട് ഇടയായിത്തീരും. ഇവിടെ അത് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ ദൈവസനെ സമർപ്പിച്ചു, അവൾ ദൈവസനെ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവളുടെ മുഖം വാടിയില്ല. യഹോവ അവളെ ഓർത്തു എന്ന് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ ദൈവം നമ്മെ ഓർക്കുന്ന ദൈവമത്രേ. മനുഷ്യൻ നമ്മെ ഓർക്കണമെന്നില്ല, നമ്മെ ഓർക്കാമെന്ന് പറയുന്നവർ മറന്നു പോകുമ്പോഴും നീ ദൈവസനിൽ ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി വേദന അനുഭവിച്ചിട്ടുണ്ടോ, നിന്നെ അനുഭവിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ
ചില വിഷയങ്ങൾ അടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, അതിന്റെ ദൈവം അടച്ചതെങ്കിൽ ദൈവം അടച്ചതിനെ തുറപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമത്രേ. എന്നും അടഞ്ഞിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഞാൻ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം ആയി തീരുമ്പോ ദൈവം അതിനെ തുറക്കുവാനായിട്ട് ഇടയായിത്തീരാം. നിന്റെ മുഖം പിന്നെ വാടുവാനായിട്ട് ഇടയാകത്തില്ല. നിന്റെ അവിടെ വചനത്തിൽ കാണുന്നു, യഹോവ അവളെ ഓർത്തു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവസനിലായിരിക്കുന്ന ദൈവ പൈതലേ, ദൈവം നിന്നെ ഓർക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ദൈവം ഓർത്തു കഴിഞ്ഞ അവിടെ വേദനകൾ മാറുവാനായിട്ട് ഇടയായിത്തീരും. അടയപ്പെട്ടത് തുറക്കുവാനായിട്ട് ഇടയായിത്തീരുമെന്ന് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കാമോ? അവൾ ഏത് വിഷയത്തിനകത്താണോ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് ഒരു മാന്യത ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അവളെ മാനിച്ച് ഉയർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. സ്തോത്രം. നമ്മുടെ ജീവിതത്തിനകത്തും ചില വിഷയങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ ചില നിന്ദകൾ കടന്നു വരുമ്പോ ഞാനും നിങ്ങൾ ചോദിക്കാറ്, എന്തുകൊണ്ട് കർത്താവ് എന്റെ ജീവിതത്തിൽ നിന്ന, എന്തുകൊണ്ട് ഈ വിഷയം കടന്നു വന്നു എന്നൊക്കെ ചോദിക്കില്ലേ? പ്രിയ ദൈവ പൈതലേ, വ്യക്തമായി ദൈവത്തിന് അതിനകത്ത് ചില പദ്ധതികൾ ഉണ്ട്. സ്തോത്ര. അതിനു വേണ്ടിയാണ് അതങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ട് വചനത്തിൽ പറയുന്നത്, അവൻ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തേണ്ടതിന് ബലമുള്ള കൈക്കീഴ് താണിരിപ്പി. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ ദൈവത്തോട് മത്സരിക്കുകയോ ദൈവത്തോട് പിറുവിറുക്കുകയോ ദൈവത്തിൽ നിന്ന് അകന്നു പോകുകയോ ചെയ്യാതെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ നിങ്ങൾ ഇരിക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്ദിക്കപ്പെട്ട അതേ വിഷയത്തിനകത്ത് മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ദൈവം തുറന്നു കഴിഞ്ഞാ, ദൈവം ആ വിഷയത്തിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാ, നിന്റെ ആ വിഷയത്തെ ദൈവം ഓർത്തു കഴിഞ്ഞാ, പ്രിയ ദൈവ പൈതലേ, അതിനകത്ത് വലിയ വിടുതലുകൾ സംഭവിക്കും. നമുക്കറിയാം, അവിടെ ഉദരത്തിൽ നിന്ന് വന്ന കുഞ്ഞ് ഹല്ലേലൂയ ദാൻ മുതൽ ബേർശേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി മാറുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഹല്ലേലൂയ ന്യായാധിപന്മാരുടെ ഭരണത്തിൽ നിന്ന് രാജാക്കന്മാരുടെ ഭരണത്തിലേക്ക് തിരിക്കുവാനായിട്ട്, രാജാക്കന്മാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് ഹല്ലേലൂയ ഈ ശമൂവേലിനെ ദൈവം ഉപയോഗിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇസ്രായേലിന്റെ ഒടുവിലത്തെ ന്യായാധിപനായിട്ട് ഭരണം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. ചരിത്രങ്ങൾ താളം പിടിക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിന്റെ ജീവിതത്തിൽ നിന്ന് വരുന്ന മറുപടികൾ ഹല്ലേലൂയ ചരിത്രങ്ങളെ തിരുത്തുന്ന ഒന്നായി തീരുമെന്ന് ഈ പകൽക്കാലം ഞാൻ പരിശുദ്ധാത്മാ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെ സ്വീകരിക്കുവാനായിട്ട് ഇടയെത്തിര. നിന്റെ പ്രാർത്ഥന ഹല്ലേലൂയ നിന്റെ കണ്ണുനീര് വൃതമായി തീരുകയല്ല. നിന്റെ ചില വ്യസനങ്ങൾ ഹല്ലേലൂയ ഈ പകൽക്കാലം മാറാൻ പോകുക, ചരിത്രങ്ങൾ തിരുത്തുന്ന ഒന്നാക്കി ദൈവം തമ്പുരാൻ മാറ്റാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ. എന്ന് നീ കരഞ്ഞുകൊണ്ടിരിക്കുവാൻ, എന്ന് നീ നിന്ദിക്കപ്പെട്ടിരിക്കുവാൻ, എന്ന് വ്യസനിച്ചിരിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അതേ സ്തോത്രം. അതിനകത്തുനിന്നൊരു ചേഞ്ച് ദൈവം തരുവാനായിട്ട് ഇടയായി തീരും. ഇവിടെ കാണുവാൻ സാധിക്കുന്നു, 26-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൾ അവനോട് പറഞ്ഞത്, യജമാനാണ് യഹോവയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ സമീപത്ത് നിന്നിരുന്ന സ്ത്രീ ഞാനാകുന്നു. ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആർക്കെങ്കിലും വേണ്ടിയല്ല, അവൾ വ്യക്തമായി കാണിക്കുകയാണ് ഈ ബാലന് വേണ്ടി. അവളുടെ കരത്തിൽ ഒരു അടയാളത്തെ ദൈവം കൊടുത്തു. ഹല്ലേലൂയ. 1-ാം അധ്യായത്തെ അവൾ മോഷിക്കുന്ന അനുഭവങ്ങൾ, വ്യസനിക്കുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു വയ്ക്കൽ ആ 1-ാം അധ്യായം തീരുന്നതിന് മുമ്പേ പറഞ്ഞു, ഈ ബാലന് വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാൻ യഹോവ കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയിരിക്കുന്നു. പ്രിയ ദൈവ പൈതലേ, വർഷത്തിന്റെ ആരംഭം മുതൽ ഈ നിമിഷം വരെ നീ ദൈവസേന കൊടുത്തിരിക്കുന്ന ചില അപേക്ഷകളില്ലേ, ഈ 3-ാം മാസം തീരുന്നതിന് മുമ്പേ നിന്റെ കരത്തിൽ ചില മറുപടികൾ ലഭിക്കുവാൻ പോകുക. സ്തോത്രം. യഹോവ നിന്റെ അപേക്ഷ നൽകിയിരിക്കാൻ പോകുക. ഹല്ലേലൂയ. നിന്റെ അപേക്ഷയ്ക്ക് മറുപടി. ഹല്ലേലൂയ. നമ്മുടെ അപേക്ഷയെ ഉപേക്ഷിക്കാത്ത ഒരു സർവശക്തനായ ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അവൾ പറയുന്ന ഒരു കാര്യമുണ്ട്, യഹോവയോട് കഴിച്ച അപേക്ഷ. ഹല്ലേലൂയ. മനുഷ്യരോടല്ല ചെന്ന് അവൾ അപേക്ഷിക്കുവാനായിട്ട് ഇടയെത്തുന്ന വ്യസനം വർദ്ധിച്ചപ്പോ, അവിടെ ഹൃദയത്തിന്റെ വേദന വർദ്ധിച്ചപ്പോ അവൾ ചെന്ന് അപേക്ഷിച്ചത് ഒരിടമുണ്ട്. ഹല്ലേലൂയ. കൈവിടാത്ത അരുമരക്ഷകന്റെ മുമ്പാകെ ആ ദൈവം കൈവിട്ട് കളഞ്ഞില്ല. ആ ദൈവം അവൾ ഓർക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവൾ എന്ത് ചെയ്യുന്നു? അപേക്ഷ ദൈവം കൊടുത്തു. നീ ദൈവത്തോട് ഈ പകൽക്കാലം എന്തെങ്കിലും അപേക്ഷിച്ചു കഴിഞ്ഞാ,
ദൈവഹിതപ്രകാരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അതിന് മറുപടി തരുന്ന ഒരു സ്വർഗം ഉണ്ട്. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട. മറ്റുള്ളവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, കൂടെ നിൽക്കുന്നവർ എന്തെല്ലാം കളിയാക്കിക്കൊള്ളട്ടെ. നീ ദൈവസന്നിധിയിൽ ദൈവഹിതപ്രകാരം ഒരു വിഷയത്തെ കർത്താവിന്റെ കരങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയ ദൈവ പൈതലേ, യേശുവിന്റെ നാമത്തിൽ അതിന്റെ മറുപടി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും. ഹല്ലേലൂയ. നീ ഭാരപ്പെടണ്ട, ആകുലപ്പെട്ടു പോകണ്ട. ചില വിഷയത്തിനകത്ത് ചിലപ്പോൾ നമുക്ക് ഉടനെ മറുപടി പറയത്തക്ക രീതി നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒന്നും കാണുന്നില്ലായിരിക്കാം. പക്ഷെ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, തക്ക സമയത്ത് നിന്നെ മറുപടിയുമായി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ധൈര്യപ്പെട്ടിരിക്കുവാനായിട്ട് കഴിയുമോ? 2-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നു, അവൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്റെ ഹൃദയം യഹോവയാൽ ആനന്ദിക്കുന്നു. 1-ാം അധ്യായത്തിൽ വ്യസനവും വേദനയും മുഷിക്കുന്ന അനുഭവങ്ങളൊക്കെയും, പട്ടിണി കിടക്കേണ്ട അനുഭവങ്ങൾ, കരച്ചിന്റെ അനുഭവങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നു വയ്ക്കേ 2-ാം അധ്യായത്തിൽ അവള് എന്ത് ചെയ്യുന്നു? ദൈവത്തെ സ്തോത്രം ചെയ്തുകൊണ്ട് ഒരു ഗീതം ആലപിക്കുവാനായിട്ടിടയെ തീർന്നു. എന്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, എന്നും നിനക്ക് കരഞ്ഞുകൊണ്ടിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്റെ ഇരട്ടിനെ ദൈവം അഴിച്ചു ഉടിപ്പിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നിന്റെ ദുഃഖത്തെ സന്തോഷമാക്കി തീർക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടത്തെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ ഹൃദയം ദൈവത്താൽ ഇവിടെ കാണുവാൻ സാധിക്കുന്നു. യഹോവയാൽ ആനന്ദിക്കുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യരല്ല, നീ ദൈവത്തോട് നീ ഒരു അപേക്ഷ കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്ന ആ യഹോവയാൽ തന്നെ നീ ആനന്ദിക്കത്തക്ക രീതിയിൽ ദൈവം നിന്റെ ജീവിതത്തെ മാറ്റുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അവിടെ കാണുന്ന എന്റെ കൊമ്പ് യഹോവയാൽ ഉയർന്നിരിക്കുന്നു. ഈ പകൽക്കാലം ദൈവസന്നിധിയിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഹല്ലേലൂയ കരയുന്ന ദൈവ പൈതലേ, ഈ പകൽക്കാലം പറയട്ടെ, യഹോവ നിനക്ക് മറുപടി തരുവാനായിട്ടിടയത്തിനും. നീ ദൈവത്തോട് പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം മറുപടി തന്ന് ദൈവം നിന്നെ മാനിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. കണ്ണുനീരിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരാ. നീ ചിലയിടത്തൊക്കെ തല കുനിച്ച് നടക്കേണ്ടി വന്നു കാണുമായിരിക്കാം. പക്ഷെ തല ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിന്നെ നിവർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. 8-ാം വാക്യത്തിൽ കാണുവാൻ സാധിക്കുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ഹല്ലേലൂയ. അതേ പ്രിയ ദൈവ പൈതലേ, നിന്നെ നിവർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഇന്ന് നീ ഒന്നുമില്ലാത്ത വ്യക്തിയായിരിക്കാം, നിന്നെയും ചുമന്ന് നടക്കുന്ന വ്യക്തിയായിരിക്കാം. പരിഹാസത്തിന്റെ വാക്കുകൾ ഒന്നിനു പിറകെ ഒന്നായി നിന്റെ പിന്നാലെ കടന്നു വരുന്ന അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതിനകത്ത് നീ തല കുനിച്ചു പോകുന്നുണ്ടായിരിക്കാം. നിനക്കൊന്ന് നിവർന്ന് നിൽക്കുവാൻ കഴിയാതെ വണ്ണം ഹല്ലേലൂയ ഭാരങ്ങൾ നിന്റെ തലമേ കയറി വരുന്നുണ്ടായിരിക്കാം. പക്ഷെ നിന്റെ തല നിവർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. അതേ നിന്നെ നിവർത്തുവാനായിട്ട് ഇടയേത്തില്ല. എന്നും നീ കുനിഞ്ഞിരിക്കുവാൻ ദൈവം അനുവദിക്കില്ല. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നീ ഏത് വിഷയത്തിനകത്താണോ തല കുനിക്കേണ്ടി വന്നത്, അതേ വിഷയത്തിനകത്ത് ഹല്ലേലൂയ ദൈവം നിങ്ങളെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, വിശ്വസിക്കാമോ? നിന്നെ അല്പം താഴ്ത്തിയെങ്കിലും മഹാദയോട് ഹല്ലേലൂയ നിന്നെ ചേർത്തണയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു ദൈവത്തിന്റെ ജീവിതത്തിൽ താഴ്ചകൾ കടന്നു വരാം. പക്ഷെ എന്നും താഴ്ന്നിരിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. അവിടെ നിന്ന് ഒരു ഉയർച്ചയുടെ പടവുകൾ ദൈവം നമുക്കായി ഒരുക്കി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം. ഹല്ലേലൂയ. ചിലയിടത്ത് ഹല്ലേലൂയ അപമാനിക്കപ്പെടുമ്പോ, നിന്ദിക്കപ്പെടുമ്പോ, മറ്റുള്ളവരെ അകാരണമായി നിന്നെ പരിഹസിക്കുവാനിടയായിത്തീരുമ്പോ അവിടെ നീ കർത്താവിന്റെ സ്വനി മൗനമായിട്ടിരിക്കോ. ദൈവം ചിലതിന് മറുപടി തരും. ഹല്ലേലൂയ. ചിലതിന് മുമ്പേ നിനക്ക് ചിലപ്പോ ഹല്ലേലൂയ മറുപടി പറയാൻ കാണത്തില്ലായിരിക്കാം. പക്ഷെ നിനക്ക് വേണ്ടി മറുപടിയുമായി വെളിപ്പെടുത്തി നിർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യേശു കർത്താവിനെ നിന്ദിക്കുവാനായിട്ടിടയായി തീർന്നു. ഇവൻ ആരുടെ മകൻ എന്ന് ചോദിച്ച് പരിഹസിക്കുവാനായിട്ടിടയായി തീർന്നു. യോർദാനി സ്നാനം വിട്ട് കടന്നു വരുമ്പോ സ്വർഗം തുറന്നിട്ട് ഇവൻ ആരുടെ മകൻ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കുവാനായിട്ടിടയായി തീർന്നു. ഇവൻ എന്റെ പ്രിയ പുത്രൻ. ഹല്ലേലൂയ. പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില നിന്ദകളും ചില
ചോദ്യത്തിന്റെ മുമ്പാകെ നിനക്ക് വ്യക്തമായി മറുപടി പറയാനില്ലായിരിക്കാം. ചില ചോദ്യങ്ങളുടെ മൊത്തത്തിൽ നീ തല താഴ്ത്തുന്നുണ്ടായിരിക്കാം. പക്ഷെ അവിടെയൊക്കെയും നിന്നെ ഹല്ലേലൂയ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ നിന്നെ മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ ഹല്ലേലൂയ നിന്റെ ചരിത്രങ്ങളെ നീ തിരുത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. എനിക്ക് വിശ്വസിക്കാമോ? ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും. നീ ഏത് വിഷയത്തിനകത്താണ് നിന്ദിക്കപ്പെട്ടത്, അപമാനിക്കപ്പെട്ടത്? അതേ വിഷയത്തിനകത്ത്, മറ്റേതെങ്കിലും ഒരു വിഷയത്തിനകത്തല്ല. അതിവിടെ 2-3 കാര്യം കാണുമ്പോൾ ശ്രദ്ധിക്കുക. അതേ വിഷയത്തിനകത്ത്. മറ്റത് എവിടെയാണോ നിന്ദിക്കപ്പെട്ടത് അതേ ഇടത്ത് അടയാളവുമായി നിർത്തി. ഹല്ലേലൂയ. എന്റെ ദൈവം എവിടെയെങ്കിലും കൊണ്ടുപോയി മാനിക്കുന്ന ഒരു ദൈവമല്ല. നീ ഏത് വിഷയത്തിനകത്താണോ നിന്ദിക്കപ്പെട്ടത്? നിന്റെ കുടുംബജീവിതത്തിനകത്താണോ ചില നിന്ദകൾ കടന്നു വന്നത്? നിന്റെ തലമുറയുടെ വിഷയത്തിനകത്താണോ നിന്ദകൾ കടന്നു വന്നത്? അവർക്കൊരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു തലമുറ ഇല്ലാത്തതിന്റെ പേരിലാണോ നീ നിന്ദിക്കപ്പെട്ടത്? അവർക്കൊരു ഭാവി ലഭിക്കാത്തതിന്റെ കാരണത്താലാണോ? അവർ പഠിച്ചിട്ടും അവർക്കൊരു ജോലി ലഭിക്കാത്തതിന്റെ പേരിലാണോ നിന്ദിക്കപ്പെട്ടത്? നിന്റെ ബിസിനസ് തകർന്ന സാഹചര്യത്തിലാണോ നീ നിന്ദിക്കപ്പെട്ടത്? അതേ മേഖലയ്ക്കകത്ത് ദൈവം നിനക്ക് ഒരു ഉയർച്ച തരുവാനായിട്ടിടയായിത്തീരും. അതേ വിഷയത്തിനകത്ത് ദൈവം നിന്നെ മാനിക്കുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. പ്രിയ ദൈവത്തിനെ വിശ്വസിക്കുക. ഹന്ന ഒരു പൈതലില്ലാത്തതിന്റെ പേരിലാ അവള് നിന്ദിക്കപ്പെട്ടത്, അവള് വ്യസനിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. എന്നാൽ അതേ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം മറുപടി കൊടുത്ത് അവളെ മാനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അവളെ നിന്നയെ ദൈവം ഉരുട്ടി മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവളെ തല ഉയർത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതേ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൾ എവിടെയാണോ നിന്ദിക്കപ്പെട്ടത്? നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞ് പുരോഹിതൻ നിന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അതേ ആലയത്തിൽ കടന്നു പോയി നിന്നിട്ട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. ഈ ബാലന് വേണ്ടി എത്രയും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. വ്യക്തമായ അടയാളത്തെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, നീ പ്രതീക്ഷിക്കാത്ത ചില വേദനകളും നിന്ദകളും കഷ്ടങ്ങളും നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ ഈ പൽക്കാലം വിശ്വസിക്ക. അതേ വിഷയത്തിനകത്ത് അതേ ഇടത്ത് നിന്നെ നിർത്തുന്ന ഒരു ദൈവമുണ്ട്. വെറുതെ നിർത്തുകയല്ല, നിന്റെ തല വീണ്ടും കുനിക്കാൻ നിർത്തുന്ന ഒരു ദൈവമല്ല. നീ ദൈവത്തിന് വിശ്വസ്തനായിരുന്നു കഴിഞ്ഞാൽ നിന്റെ തല ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. നീ ഏത് വിഷയത്തിനകത്ത് നിന്ദിക്കപ്പെട്ടോ, നീ ഏത് വിഷയത്തിനകത്ത് തകർന്ന് കരയുവാനായിട്ട് ഇടയെത്തുന്നു, അതേ വിഷയത്തിനകത്ത് മറുപടി തന്ന് ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. നിനക്ക് പറയുവാൻ ചിലത് കാണും. ഹല്ലേലൂയ. നിന്റെ കരച്ചിൽ വൃതവാക്കാത്ത ഒരു സർവശക്തനായ ദൈവമുണ്ട്. ചിലരുടെ കണ്ണുനീരുകൾ ഈ പകൽക്കാലം ദൈവം തുടയ്ക്കുവാനായിട്ടിടയത്തിരും. കർത്താവേ, എന്ന് തീരും ഹല്ലേലൂയ ഈ നിന്ദകൾ, ഈ കഷ്ടതകൾ എന്ന് മാറുമെന്ന് ചോദിക്കുന്നില്ലേ പ്രിയ ദൈവ പൈതലേ? അതിനകത്ത് നീ കഷ്ടത അനുഭവിക്കുന്നതിന് പിന്നെ ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, ദൈവത്തിന് ചില ഉദ്ദേശങ്ങളുണ്ട്. അത് നിറവേറുവാനായിട്ടിടയായി തീരുമ്പോ നിന്റെ ജീവിതത്തിലെ അവസ്ഥകൾക്ക് ദൈവം ഒരു മാറ്റം തരുവാനായിട്ടിടയായി തീരും. സ്തോത്രം. ആ ഒരു ഘട്ടം കടന്നു പോകുക എന്ന് പറയുമ്പോൾ പ്രയാസമുള്ളതായിരിക്കാം, വേദന ഉളവാക്കുന്നതായിരിക്കാം. പക്ഷേ ഞാൻ പറയട്ടെ, അവിടെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ കടന്നു വരാം, ഏകാന്തത അനുഭവങ്ങളൊക്കെ ഈ ജീവിതത്തിൽ കടന്നു വരാം. എന്ന ദൈവത്തെ അങ്ങ് മുറുകെ പിടിച്ചുകൊള്ളാപ്പോ ദൈവം നിന്നെ ശക്തീകരിക്കുവാനായിട്ടിടയെത്തിരും, ദൈവം നിന്നെ ബലപ്പെടുത്തുവാനായിട്ടിടയെത്തിരും. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവ പൈതലേ, നിന്ദകൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ തകർന്നു പോകണ്ട. ദൈവം അനുവദിച്ചിട്ടുള്ളതാണെങ്കിൽ അതിനകത്ത് ദൈവത്തിന്റെ ഒരു പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാനായിട്ടിടയെത്തിരും. ഈ പകൽക്കാലം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഏത് വിഷയത്തിനകത്താണോ നീ നിന്ദിക്കപ്പെട്ടത്? ചിലപ്പോൾ നിനക്ക് നല്ല ക്വാളിഫിക്കേഷൻ ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിന്ന് അനുഭവിക്കേണ്ടി വന്നത്. ഹല്ലേലൂയ. നല്ല ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ പേരിലായിരിക്കാം, നല്ല സാമർഥ്യമില്ലാത്തതിന്റെ പേരിലായിരിക്കാം ചിലപ്പോൾ നിന്ദിക്കപ്പെട്ടത്. നിന്റെ കഴിവുകളെ നോക്കാതെ വേണം, നിന്റെ പഠിത്തത്തെ നോക്കാതെ വേണം, മാനിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പ്രിയ ദൈവത്തിലെ ജീവിതത്തിൽ നിരാശപ്പെട്ടു പോകരുതേ, ധൈര്യപ്പെട്ടിരിക്കുവാൻ തയ്യാറാക്കണം. ഹല്ലേലൂയ. ചിലത് കേൾക്കുമ്പോൾ മനസ്സിനകത്ത് ഒരു പതറിൽ കടന്നു വന്നിരിക്കാം. പക്ഷെ ഭാരപ്പെടണ്ട.
ഹല്ലേലൂയ. നീ ദൈവത്തിന് നിന്റെ ഹൃദയത്തെ ഒന്ന് പകരേ. ഹല്ലേലൂയ. വേദനകൾ കാഠിന്യമായി തീരുമ്പോ നിന്റെ പ്രാർത്ഥന റൂമിനകത്തൊന്ന് കയറ്. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്ക. നിന്റെ വേദന അതുപോലെ ഒപ്പിയെടുക്കുന്ന ഒരിടം ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥന റൂമാ. നിന്റെ വേദന അതേ രീതി പകരുവാൻ കഴിയുന്ന ഒരിടമാ നിന്റെ പ്രാർത്ഥന റൂമ്. മനുഷ്യരോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനായിട്ട് കഴിയത്തുള്ളൂ. അവരോട് പറഞ്ഞാലും അവരത് ഏത് രീതി ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ നിന്റെ ഹൃദയത്തിന്റെ വേദനയെ അതേ രീതിയിൽ ഇറക്കി വയ്ക്കുവാൻ കഴിയുന്ന ഒരിടമത്രേ നിന്റെ പ്രാർത്ഥനാ റൂമെന്ന് പറയുന്നത്. സ്തോത്രം. എല്ലാം കേൾക്കുവാൻ ക്ഷമയോടെ കാത്തിരിക്കും. നിന്റെ വെമ്പലുകൾ, നിന്റെ വേവലാതികൾ ഇതെല്ലാം കേൾക്കുവാനായിട്ട് കാത്തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം നിന്റെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഒത്തിരി വേദനകൾ അനുഭവിക്കുന്നില്ലേ? ഹല്ലേലൂയ. നീ പലതും ചുമന്ന് നടക്കുന്നില്ലേ? ഹല്ലേലൂയ. ആരോട് ഇറക്കി വയ്ക്കുമെന്ന് ചോദിക്കുന്നില്ലേ? എന്നെന്റെ നിന്ന മാറും എന്ന് ചോദിക്കുന്നില്ലേ? പ്രിയ ദൈവപൈതലേ, 1 അധ്യായത്തെ അവളും വേദനിക്കാനായിട്ട് ഇടയായി തീർന്നുവെങ്കിൽ, നിന്നെ അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ, പ്രിയ ദൈവപൈതലേ, അതേ അധ്യായത്തിൽ അവൾക്ക് എന്ത് ചെയ്യുന്നു? ആ അടയാളത്തെ ദൈവം കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. 2 അധ്യായത്തിൽ ഹല്ലേലൂയ അവിടെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നിനക്ക് കരയുവാനും പട്ടിണി കിടക്കുവാനും വ്യസനം കൊണ്ട് നിന്റെ ഹൃദയം തകരുവാനും ഒരധ്യായം ഉണ്ടെങ്കിൽ ആ ഒരു അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു ദൈവമല്ല, അടുത്തൊരു അധ്യായം എഴുതി തുടങ്ങും. നീ നിന്റെ ആനന്ദത്തിന്റെയും മറുപടിയുടെയും നിന്റെ ഉയർച്ചയുടെ പടവുകളെ എഴുതി തുടങ്ങുന്ന ഒരു അധ്യായത്തെ ദൈവം നിനക്ക് വേണ്ടി വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് തീരുമെന്ന് പറയുമ്പോ ഹല്ലേലൂയ ഇല്ല. പ്രിയ ദൈവ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. എനിക്ക് വേണ്ടി പുതിയൊരു അധ്യായമുണ്ട്. എനിക്ക് വേണ്ടി പുതിയൊരു അധ്യായം എഴുതി വെച്ചിട്ടുണ്ട്. അത് തുറക്കുന്ന നാളുകളാണെന്ന് വിശ്വസിക്കുവാൻ തയ്യാറാകുക. സ്തോത്ര. അത് എന്റെ കരച്ചിന്റെ വീണ്ടും എഴുതി വെക്കുവാനല്ല, എന്റെ ജീവിതത്തിന് നിന്ദ എഴുതി വെക്കുവാനല്ല, ഞാൻ നിന്ദിക്കപ്പെട്ടതിനൊക്കെയോ മറുപടി ലഭിച്ചതിനെ പറ്റി എഴുതുവാൻ, അതിനകത്തൊക്കെയും ആനന്ദിച്ചതിനെ പറ്റി എഴുതുവാനായിട്ടുള്ള ഒരു അധ്യായം എനിക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ഒരുക്കുന്നു എന്ന് ഈ പകൽക്കാലം വിശ്വസിക്കുക. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിലെ സ്തോത്രം. ചില ഷോർട്ട് ടൈമുകൾ നമ്മുടെ ജീവിതത്തിൽ കാണും. ഹല്ലേലൂയ. ആ ഒരു ഷോർട്ട് പീരീഡ് എന്ന് പറഞ്ഞാലും ഒത്തിരി ഭാരമുള്ളതായിട്ട് നമുക്ക് തോന്നിയിരിക്കാം. സ്തോത്രം. പക്ഷേ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ ജീവിതത്തെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. മറ്റുള്ള നിന്ദിച്ചു കൊള്ളട്ടെ. നീ ഒരു ഫോഷ്കനെ പോലെ പലതിനും വേണ്ടി കാത്തിരിക്കുമ്പോ, ഒരു ഫോഷ്കനെ പോലെ നീ പലതിന്റെ മുമ്പാകെ ചെന്ന് നിൽക്കുമ്പോ മറ്റുള്ളവർക്കൊക്കെ തോന്നിയിരിക്കുക ഇവ എന്ത് പൊട്ടത്തരമാ ചെയ്യുന്നതെന്ന്. പക്ഷേ ഹല്ലേലൂയ, ഫോഷന്മാരെ തെരഞ്ഞെടുത്തൊരു ദൈവം, ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ട ഒരു ഫോഷന്മാരെ തെരഞ്ഞെടുത്തൊരു ദൈവം. നീ ഒരു ഫോഷ്കനെ പോലെ നിന്റെ വിഷയത്തെ ദൈവസനെ കൊണ്ട് പകർന്നിട്ട് കരയുന്നില്ലേ? നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഒരു ഫോഷ്കനെ പോലെ കർത്താവിന്റെ മുഖത്ത് നോക്കി നിൽക്കുന്നില്ലേ? പ്രിയ ദൈവം, ഇതിലെ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഹല്ലേലൂയ മാനുഷിക വാക്കുകൾ നിന്നെ തളർത്തുമ്പോ ഹല്ലേലൂയ ദൈവത്തിന്റെ വാക്ക് നിന്നെ ബലപ്പെടുത്തുവാനായിട്ട് ഇടയെത്തിരാ, നിന്നെ ശക്തീകരിക്കുവാനായിട്ട് ഇടയെത്തിരാ. അങ്ങനെ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, സ്തോത്രം, ഏത് വിഷയത്തിനകത്താണോ നീ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് നിനക്കൊരു ഉയർച്ചയുണ്ട്. ഒരു മാന്യത വെളിപ്പെടുവാനായിട്ടിടയത്തിരും. നിന്റെ നിന്നയെ ദൈവം മാറ്റുവാനായിട്ടിടയായിത്തീരും. ഹല്ലേലൂയ. ചില വിഷയങ്ങൾ നിന്റെ മുമ്പാകെ നിന്നയ്ക്കായി കടന്നു വന്നത് അതിനകത്ത് ദൈവത്തിന്റെ ഇഷ്ടം വെളിപ്പെടുന്നതിന് വേണ്ടിയാ. ഏതെങ്കിലും അകാരണത്താൽ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് നീ നിന്ദിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണ, ഇതിനകത്ത് എന്തോ ഒരു ദൈവ പദ്ധതി ഉണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തൊരു ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ടുണ്ട് എന്ന് ഞാനും നിങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവസനിലായിരിക്കുവാൻ തയ്യാറാക്കുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം അതിനകത്ത് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരാം. ദൈവത്തിന്റെ കരം അതിനകത്ത് ചലിക്കുവാനായിട്ട് ഇടയായിത്തീരാം. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, ഈ ഒരു പൈതലില്ലാത്തതിന്റെ പേര് അവൾ നിന്ദിക്കപ്പെട്ടു. എന്നാൽ സ്തോത്രം, നിന്ദിച്ചവരുടെ തലമുറകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പെനീനയുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് എഴുതി വച്ചിട്ടില്ല തിരുവചനത്തെ. ഏലിയുടെ മക്കളെ പറ്റി പറയുന്ന കാര്യം നമുക്ക് കാണാം. പക്ഷേ ഇവിടെ തലമുറ ആ കൂട്ടത്തിലാക്കപ്പെടാത്തവണ്ണ ദൈവം മാറ്റി നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, ഉപവസിക്കുന്ന ദൈവ പൈതലേ, ദൈവസനിലെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവ പൈതലേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി വ്യത്യസ്തമായിരിക്കും. ഹല്ലേലൂയ.
രക്തത്താൽ ജയമെടുക്കുന്നു. മറ്റുള്ളവരെന്തോ പറഞ്ഞുകൊള്ളട്ടെ, പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്ന മറുപടി ചരിത്രങ്ങളെ തിരുത്തുന്നതായിരിക്കാം. പ്രാർത്ഥിക്കുന്ന നിന്റെ ജീവിതത്തിനകത്തുനിന്ന് വരുന്ന മറുപടി മറ്റുള്ളവരോട് തുല്യം പറയുവാനായിട്ടുള്ളതായിരിക്കല്ല, അവരുടെ ജീവിതത്തെ വ്യത്യസ്തത അനുഭവിക്കുവാനായിട്ടിടയത്തിരും. ചില വ്യത്യസ്തമായ മറുപടികൾ ദൈവം നിങ്ങൾക്ക് തന്ന് മാനിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് ഈ പകൽക്കാലം ഹല്ലേലൂയ, ചില നിന്ദകളും വേദനകളും ഒക്കെ നിന്നെ തകർക്കുവാനല്ല, ദൈവത്തിനെ അതിൽ കൂടി നിന്നെ ഉയർത്തുന്നതിന് വേണ്ടിയാ, ദൈവത്തിന് നിന്നെ തെളിയിക്കുന്നതിന് വേണ്ടിയാ. നീ ആരോടാണ് അപേക്ഷിച്ചത്, നീ ആരോടാണ് കരഞ്ഞതെന്ന് ദൈവത്തിന് നിന്നെ തെളിയിക്കുന്നതിന് വേണ്ടിയാ, നിന്നെ കൂടി ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്നതിന് വേണ്ടിയാ. പ്രിയ ദൈവമേ, അങ്ങനെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, നീ അനുഭവിച്ച ഏത് വിഷയത്തിനകത്താണോ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് നിന്നെ മാനിച്ചുയർത്തുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. ഈ പകൽക്കാലം ചിലരുടെ ജീവിതത്തിനകത്ത് ഒരു മാന്യതയുടെ പുതപ്പ് ദൈവം ഇടുവാനായിട്ടിടയായിത്തീരും. കഴിഞ്ഞ നാളുകളിൽ നീ എഴുതി തീർത്ത ചാപ്റ്ററിൽ നിന്ന് അടുത്തൊരു ചാപ്റ്റർ നിനക്ക് വേണ്ടി, നിന്റെ തലമുറകൾക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി എഴുതി ചേർക്കത്തക്ക രീതിയിൽ പരിശുദ്ധന്റെ കരം ചലിക്കുവാനായിട്ടിടയായിത്തീരാം. നമുക്കറിയാം, പുതിയ നിയമത്തിൽ ലാസറിന്റെ ഭവനത്തിനകത്ത് അവര് നിന്ദിക്കുവാനായിട്ട്, മറ്റുള്ളൊരാളെ വേദനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ ഒരു അധ്യായത്തെ തന്നെ അങ്ങ് മാറ്റിവെച്ചു ലാസറിന് വേണ്ടി. അങ്ങനെക്ക് നിനക്ക് വേണ്ടി ചില അധ്യായങ്ങളെ ദൈവം മാറ്റിവെക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ അനുഭവിച്ച ദൈവ പൈതലെ, വ്യസനം കൊണ്ട് തകർന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി ചില ചാപ്റ്ററുകളെ, ചില അധ്യായങ്ങളെ ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. അത് നിനക്ക് വേണ്ടി തുറക്കുന്ന പകൽക്കാലം അത്രേ, നിന്റെ അപേക്ഷകളെ ദൈവം നൽകുന്ന സമയമത്രേ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നീ ദൈവത്തിന് കൊടുത്ത അപേക്ഷകൾക്കൊക്കെയാ മറുപടിയുമായി നിർത്തുന്ന സമയങ്ങളെന്ന് ഈ പകൽക്കാലം വിശ്വസിക്കാം. അങ്ങനെ ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്ദിക്കപ്പെട്ട അതേ വിഷയത്തിനകത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിച്ചുയർത്തും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ശബ്ദം ശ്രമിക്കുന്നവരുടെ ചിരത്തെ ദൈവകരങ്ങളെ ഏൽപ്പിക്കുന്നു. ചില വിഷയത്തിനകത്ത് നിന്ദകളും പരിഹാസങ്ങൾ കേൾക്കുമ്പോൾ ജനം ഉറയ്ക്കട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം അതിനകത്ത് നിറവേറുന്ന ഒരു ടൈമുണ്ടല്ലോപ്പാ. ആ ടൈമിന് വേണ്ടി തന്റെ ജനം കാത്തിരിക്കുമ്പോ കർത്താവ്, ഏത് വിഷയത്തിനകത്താണോ അവർ നിന്ദിക്കപ്പെട്ടത്, അവർ കുടുംബത്തിനകത്ത് നിന്ദിക്കപ്പെട്ടത്, തലമുറയുടെ വിഷയമാണോ, കുടുംബജീവിതത്തിന്റെ അകത്ത് കടന്നു വന്ന പ്രശ്നങ്ങളാണോ, ജോലി മേഖലയിലാണോ, സാമ്പത്തിക മേഖലയിലാണോ, ഏത് മേഖലയ്ക്കകത്താണോ അവർ നിന്ദിക്കപ്പെട്ടത്, അതേ വിഷയത്തിനകത്ത് അവരുടെ തല നിവർത്തുന്ന ഒരു ദൈവം, അവരെ കൊമ്പിനെ ഉയർത്തുന്ന ഒരു സർവശക്തനായ ദൈവം. ഏത് വിഷയത്തിനകത്ത് അവർ ദുഃഖിച്ചിരിക്കേണ്ടി വന്നോ, അതേ വിഷയത്തിൽ യഹോവയാൽ ആനന്ദിക്കുക, യഹോവയാൽ സന്തോഷിച്ചു തുടങ്ങുന്ന അധ്യായങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം മുതൽ അവർക്ക് വേണ്ടി തുറക്കുന്നതിനായി സ്തോത്രം. ചിലതിനെ ദൈവം അവരുടെ ജീവിതത്തിൽ നിന്ന് ഉരുട്ടി മാറ്റുന്നതിനായി സ്തോത്രം. ദൈവം പുതിയത് തുടങ്ങുന്നതിനായി സ്തോത്രം. ഒരു അധ്യായം കഴിഞ്ഞിട്ട്, ഒരാണ്ട് കഴിഞ്ഞിട്ട്, ചില ആണ്ടുകൾ കഴിഞ്ഞ് പുതിയൊരു ആണ്ടിലേക്ക് തന്റെ ജനത്തിന്റെ മേൽ വിടുതലിന്റെ ഒരു അധ്യായത്തിന്റെ ആണ്ടുകൾ ദൈവം തുറക്കുന്നതിനായി സ്തോത്രം. അങ്ങോട്ട് ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.